മക്കൾ മുഴുവൻ ഡിപ്രഷനിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സാമ്പത്തികം ഇങ്ങനെ കൂട്ടിവെക്കുക എന്നുള്ളത് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിൽ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ മക്കളിലായിരിക്കും ബാധിക്കുന്നത്. നമുക്കിപ്പോൾ ദൈവാധീനം ഇല്ലാത്തൊരു രീതിയിലേക്കാണ് പോകുന്നത്. ഒരു വീട്ടിൽ വിളക്ക് പോലും ഇല്ലാത്തൊരവസ്ഥ. നമസ്കാരം, നിങ്ങളുടെ സുഹിത്താശാന. ഇന്ന് ഞാനിവിടെ നമ്മുടെ പഞ്ചുരുളിയായിട്ട് നമുക്ക് കുറച്ച് കല്ല് വേണമായിരുന്നു. 2-3 കല്ല് വേണം, 5 കല്ല്. അത് പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്ത് അതിൻ്റെ രാശി വെച്ചിട്ടൊക്കെയാണ്. അന്നേരം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ കല്ലിങ്ങനെ കൂട്ടി വെച്ചു. അന്നേരം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സാമ്പത്തികം ഇങ്ങനെ കൂട്ടിവെക്കുക എന്നുള്ളത്. മക്കൾ മുഴുവൻ ഡിപ്രഷനിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ജീവിതത്തിൽ മുറിയുടെ അകത്ത് അടച്ചിരിക്കുക, അവർ ഒരു മുറിയിൽ തന്നെ ഇങ്ങനെ കൂടിയിരിക്കുക. അച്ഛനും അമ്മയും പണം സമ്പാദിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ മക്കളുടെ ജീവിതം നമ്മൾ പണം സമ്പാദിച്ച് കൂട്ടി ഇതേപോലെ മല പോലെ കൂട്ടി വെച്ച് കഴിയുമ്പോൾ പക്ഷെ അവരുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നൊരവസ്ഥയിലേക്കാണ്. ഡിപ്രഷൻ കയറി ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ പറയുന്നൊരവസ്ഥ, മദ്യപാനം, അങ്ങനെയുള്ള പല രീതിയിലുള്ള ലഹരി ഉപയോഗങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിന് നമ്മൾ ചിന്തിക്കണം, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കളെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരങ്ങനെയല്ല ജീവിക്കേണ്ടത്, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഉപദേശം കൊടുക്കുക. എന്തെങ്കിലും ദോഷപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിൽ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ മക്കളിലായിരിക്കും ബാധിക്കുന്നത്. അന്നേരം ആ വിഷയങ്ങളൊക്കെ നമുക്ക് ഒഴിവ് ചെയ്യണം. ആ ഒഴിവ് ചെയ്ത് നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഉന്നത പഠനപരമായിട്ടും അവരും ഇതേപോലെ സാമ്പത്തികങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനുള്ളതും. അന്നേരം നമ്മളെ കണ്ട് തന്നെ വളരണമെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ദൈവാധീനം ഇല്ലാത്തൊരു രീതിയിലേക്കാണ് പോകുന്നത്. ഒരു വീട്ടിൽ വിളക്ക് പോലും ഇല്ലാത്തൊരവസ്ഥ. ആരും കത്തിക്കുന്നില്ല വിളക്ക്. വളരെ സങ്കടപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ കാണുന്നുണ്ട്, ഒരു വിളക്ക് പോലും ഇല്ല, സ്വന്തമായിട്ടൊരു വിളക്ക് പോലും കത്തിക്കാത്ത അവസ്ഥയിലാണ് പോകുന്നത്. അന്നേരം നാമം ജപിക്കാൻ പോലും അറിഞ്ഞുകൂടാ. നമ്മുടെ തലമുറയിൽ വരുന്നത് ഹിന്ദു ആചാരപരമായിട്ടാണെങ്കിലും ക്രിസ്ത്യപരമായിട്ടാണെങ്കിലും മുസ്ലിം പരമായിട്ടാണെങ്കിലും ഒരു വേദങ്ങളും മനസ്സിലാക്കാതെ പോകുന്നതായിട്ട് വെറുതും കവലകളിലും രാത്രി സഞ്ചാരങ്ങളിലൊക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഇനി വേണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 2026 2-ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് ഈ വർഷം തന്നെ നമ്മുടെ മക്കളുടെയും കുടുംബത്തിൻ്റെയും നമ്മുടെ രോഗപീഠ ദുരിതങ്ങളും പ്രേതബാധ വിഷയങ്ങളും ദൈവാധീനപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തീർത്ത് ഉയരങ്ങളിലെത്താൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാത്തിനും വിഷമായ മഠാധിപതി സുജിത്താശാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കായി നേരുന്നു.